കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വെങ്ങളം ബീച്ചിൽ ദേശീയപാത നിർമ്മാണം വൈകുന്നതിൽ കരാർ കമ്പനിക്ക് വീഴ്ചയുണ്ടായെന്ന് കലക്ടർ. മണ്ണെടുപ്പ് ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ടുണ്ട്. എന്നിട്ടും നിർമ്മാണം വൈകുന്നുവെന്നും കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തിയ ശേഷമായിരുന്നു കലക്ടറുടെ പ്രതികരണം. ഇപ്പോൾ ഒരു വേറെ എക്സ്ക്യൂസ് ഇല്ല, മണ്ണിൻ്റെ പ്രശ്നം അത്ര ഒരു സീരിയസ് അല്ല, മണ്ണുണ്ട്, പ്രൊട്ടസ്റ്റും അങ്ങനെയില്ല. ഏത് വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും നമുക്ക് കംപ്ലീറ്റ് ആവണം. ഒരു ചോദ്യമല്ല, ഒരു എക്സ്ക്യൂസ് നമുക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഗ്രസീവായിട്ട് ഹൈ സ്പീഡിലേക്ക് പണി നമുക്ക് ഇപ്പോൾ വേണ്ടി വരും. വിതിൻ 1 to 2 weeks വി വിൽ സീ ഇമ്മീഡിയറ്റ് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഡിലേ എന്തുകൊണ്ടാണ് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് NHAI ഹാസ് എ പ്രോപ്പർ എക്സ്പ്ലനേഷൻ. അവരുടെ എക്സ്പ്ലനേഷൻ നമുക്ക് സൈഡിൽ വി ആർ ആസ്കിങ് ദാറ്റ് നമുക്ക് എല്ലാ പ്രശ്നവും അവർക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അത് ഫ്യൂച്ചറായിട്ട് നമുക്ക് എന്താണ് പോസിബിലിറ്റി അത് നമ്മൾ നോക്കുന്നുണ്ട്. സലാം മുഹമ്മദ് വീറുമായി ചേരുന്നു. സലാം, ഏതാണ് ഈ കരാർ കമ്പനി? എല്ലായിടത്തും പണി തുടങ്ങിയത് ഒരേ സമയമാണ്, എന്നിട്ട് ഇവിടെ മാത്രം വൈകുന്നത് എന്തുകൊണ്ടാണ്? അജിം, നേരത്തെ ഈ വൈകുന്നതിന് കാരണമായി വാഗാഡ് എന്ന് പറയുന്ന ഈ കരാർ കമ്പനി പറഞ്ഞിരുന്നത് മണ്ണ് ലഭിക്കുന്നതിലടക്കം കാലതാമസമുണ്ടായി, അതുപോലെ ഈ തൊഴിലാളികളെ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി, ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ നേരത്തെ കളക്ടർ, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. അങ്ങനെ മണ്ണ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം എടുക്കുന്നത് എന്നുള്ളതാണ് കളക്ടർ തന്നെ ചോദിക്കുന്നത്. ഏതായാലും ഇന്ന് 8:45 കൂടിയാണ് ഈ വെങ്ങളത്ത് നിന്നും കളക്ടറുടെ ഈ നേരിട്ട് പുരോഗതി അന്വേഷിക്കുന്നതിന് വേണ്ടി, അതായത് ഈ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് ഈ റീച്ചിലല്ലേ അദാനി കരാർ എടുത്ത് ഇവർക്ക് വഗാഡിന് സബ് കോൺട്രാക്ട് കൊടുത്തത്? അതേ അജിൻസ്, അദാനിക്കാണ് ഈ കോൺട്രാക്ട് ഉള്ളത്. അത് വാഗാഡിന് ഈ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നു. ഇവരുടെ ഈ വർക്കാണ് ഈ ലാഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വർക്കിൽ കാര്യമായ ഡിലേ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കളക്ടർ ഇന്ന് സന്ദർശിച്ച ശേഷവും വിലയിരുത്തിയിട്ടുള്ളത്. ആ ഡിലേ എന്തുകൊണ്ടാണ് എന്നുള്ളത് കരാർ കമ്പനിയോട് വിശദീകരണം ചോദിക്കാൻ കളക്ടർക്ക് അധികാരമില്ല. കളക്ടർക്ക് ദേശീയപാത അതോറിറ്റിയോടാണ് അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റിയോട് കൃത്യമായ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വരുന്നത് എന്ന കാര്യം. ഇനി വരാനുള്ളത് ഈ സർവീസ് റോഡുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ റൂട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സർവീസ് റോഡുകളുടെ പണി 2-3 ദിവസത്തിനകം തന്നെ പൂർത്തീകരിക്കണം. കൂടാതെ ജംഗ്ഷനുകൾ, വടകര ജംഗ്ഷൻ അതുപോലെ കൊയിലാണ്ടി ജംഗ്ഷൻ അടക്കമുള്ള ജംഗ്ഷനുകളിൽ ഈ സർവീസ് റോഡുകളുടെ വീതി കൂട്ടലടക്കമുള്ള കാര്യങ്ങളിൽ കരാർ കമ്പനി എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 2 ആഴ്ചക്കകം തന്നെ എത്ര പുരോഗതി ഉണ്ടായി, ഈ നിർമ്മാണത്തിലുള്ള പുരോഗതി നേരിട്ട് കാണാനാകും വിധമുള്ള പുരോഗതി ഉണ്ടാകണം എന്നുള്ള ആ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്കുകൾ പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി കളക്ടർ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വാഗാഡ് എന്ന് പറയുന്ന ഈ അദാനി സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കളക്ടർ വിലയിരുത്തിയിട്ടുള്ളത്. ശരി, സലാം.